കൊച്ചിയിലെ ആഡംബര വില്ലകൾക്ക് പിന്നിലെ മതിലിനപ്പുറം ദുരിതം പേറി ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ഏകദേശം 65ഓളം ഫ്ലാറ്റുകളിലായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ചേച്ചി, നമുക്കറിയാം ജേർണലിസ്റ്റ് കോളനിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മഴക്കാലത്താണെങ്കിൽ വെള്ളം കയറുന്നത് പതിവാണ്. കൂടാതെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോൾ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണല്ലേ? സ്ഥിരം കാഴ്ചയാണ്. ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസം നല്ലതാണെങ്കിൽ മക്കൾക്ക് ബാക്കി എല്ലാ ദിവസവും ഈ പിള്ളേർക്ക് പനി, ഛർദ്ദൽ, തൂറൽ, ചൊറിച്ചൽ എന്നുള്ള എല്ലാം ഉണ്ട്. കാര്യം അത് ഇങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ വെള്ളം കയറിയത് തന്നെയല്ല. ഇത് കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ചവറും അതും ഇതൊക്കെ ഉണ്ട്. ഇതൊന്ന് ക്ലീൻ ആക്കാനോ ഇതിന് നമ്മുടെ കോർപ്പറേഷനിലെ ആൾക്കാർ വന്നാൽ മാത്രമാണ് അത് ക്ലീൻ ആവുള്ളൂ. ഇങ്ങോട്ട് നോക്കുന്നില്ല. ഇതിൻ്റെ അകത്തൊന്ന് വന്ന് നോക്കിയാലാണല്ലോ അതൊന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതൊന്നും ചെയ്യാണ്ട് ഇവിടെ കുറേ ചവറ് കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്, ഈ മതിലിൻ്റെ അപ്പുറം കിടപ്പുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ പിന്നെ ഇവിടെ കൂടുതൽ ഹിന്ദിയാണ്. അവർക്ക് ഇവിടുത്തെ പരവും പറയാൻ പറ്റൂല. ഹിന്ദിക്കാരാണല്ല. ഹിന്ദിക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റൂ? അവർക്കും അസുഖങ്ങളുണ്ട്. അവർ രാത്രിയൊക്കെ കൊണ്ട് ഓടണമുണ്ട്. അപ്പം പിന്നെ നമ്മൾക്കൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് ഈ അസുഖമുണ്ട്. വെള്ളമെന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ വെള്ളം കയറും. അത് ഈ കോളനിനെ കുറ്റം പറയണല്ലേ. ഈ കോളനി ഇത് 1982 83 വെച്ചേക്കണാണ്. അന്നത്തെ കാലത്ത് വെച്ചപ്പോൾ വെള്ളം കയറൂലായിരുന്നു. ഇപ്പം നമ്മുടെ സ്ഥലങ്ങളെല്ലാം ഉയർന്ന് പൊങ്ങിയപ്പോൾ നമ്മുടെ കെട്ടിടം എന്താന്ന് അല്ലാണ്ട് വെച്ചവരെ കുറ്റമല്ല. അന്നത്തെ നാളിൽ ഇത് നന്നായിട്ട് തന്നെ വെച്ചത്. ഇപ്പം വെള്ളം കയറണമെന്ന് വെച്ചാൽ എല്ലാ സ്ഥലവും നല്ലോണം പൊക്കം വന്ന് വേറെ വെള്ളം പോകാനൊരു സ്ഥലമില്ല. ഇപ്പം ആകെയുള്ള നമ്മുടെ കനാലാണ്. കനാൽ ഫുല്ലായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകൂല. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ കിടക്കും. പിന്നെ അത് അടിയൊഴുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം 3 ദിവസമൊക്കെ ഓരോ ലെവലായിട്ട് നിൽക്കും. നിന്ന് ആ വെള്ളം പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ പറമ്പിൽ വെള്ളം ഒഴുകി പോവുള്ളൂ. അപ്പോൾ ആ വെള്ളം ചവിട്ടിയിട്ട് വേണം നമ്മുടെ ഈ പൈത മക്കൾ മുഴുവനും പോകാനും വരാനും. അപ്പോൾ പിന്നെ ആ വെള്ളം ചവിട്ടിയിൽ എന്തുണ്ടാകുമെന്ന് ഊഹിക്കാൻ പറ്റുമല്ല. അപ്പോൾ ആ ഊഹം ഇത് എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ മക്കൾക്ക് അസുഖങ്ങൾ മാറിയിട്ട് നേരമില്ല. വലിയവർക്കും കേട്ടാ. പൊതുവെ വലിയ സേഫ്റ്റി ടാങ്കിൻ്റെ വെച്ചാൽ എല്ലാ ഭാഗത്തും അഴുക്ക് വന്ന് അടിയണത് ഇവിടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ അഴുക്ക് മാറാത്ത ഇതില്ല. ഇവിടെ ഓണർമാരെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇതാണ് നമ്മുടെ ഈ സർക്കാർ നമുക്കൊന്ന് അനുവദിച്ച് നമ്മുടെ ഈ കോളനിക്ക് ഒന്ന് ക്ലീനാക്കി തന്നാൽ അതൊരു വലിയ ഉപകാരവും. കാര്യമെന്ന് വെച്ചാൽ ഈ കുറച്ച് നല്ല വോട്ട് എടുക്കാൻ വരുമ്പോൾ മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു കൂട്ടും. കാര്യം അത് പൊതുവേ ഉള്ളതാണ്. അങ്ങനെയല്ല. നമുക്കൊരു 6 മാസം എത്തുമ്പോഴെങ്കിലും നമ്മുടെ കോളനിയിൽ വന്ന് എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻകാർ വന്നൊന്ന് ക്ലീനാക്കി പോകേണ്ടതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഓരോ മഴക്കാലത്തും ഇവിടെ വെള്ളം കയറുന്നത് പതിവാണ്. അധികാരികളോട് ഇവർ പരാതി പറയുന്നത് സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ അധികാരികളോട് പരാതി പറയുമ്പോഴും വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല അല്ലേ? ഇവിടെ പുല്ലൊക്കെ പറിച്ചു കൊണ്ടുപോയി എൻ്റെ വീട്ടിക്ക് മുമ്പിലേ കൂട്ടി വെച്ചിരിക്കണം. കൂട്ടി വെച്ചിട്ട് 1 മാസമായി എടുക്കണില്ല. പാമ്പ്, എലി എല്ലാം ശല്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന് 10 കൊല്ലമായി ഇവിടെ ഇത് കാണാളുടെ ക്ലീനേ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻകാർ കയറണില്ല. മഴക്കാലത്തായ വെള്ളം അകത്ത് കയറുന്നുണ്ട്. അതിലെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. മഴ പെയ്ത് വെള്ളം കയറിയാൽ ചോറ് തിന്നാൻ പറ്റില്ല. 2 ദിവസം വെള്ളം കോരിക്കളയണം. ചെളി വെള്ളമാണ് കയറുന്നുണ്ട്. എല്ലാ വലിയ തോടുണ്ടല്ലേ, ആ വെള്ളം നമ്മുടെ തോടിൻ്റെ വെള്ളം എല്ലാം അകത്ത് കയറുന്നുണ്ട്. കോർപ്പറേഷൻകാരോട് പരാതി പറഞ്ഞിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നല്ലേ? അപ്പോൾ ഇവിടെ ആരും അറിഞ്ഞില്ല. കോർപ്പറേഷൻകാർ ഇതുവരെ വന്നിട്ട് ഈ തോട് ക്ലീൻ ചെയ്തിട്ടില്ല. നാനും വന്ന് 10 കൊല്ലമായി ഈ കാലനിക്കകത്ത് വന്നു. ഇത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പേര് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു കോളനിയിലുള്ളത്. ഇതുവരെയും അവർക്ക് വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. കൂടാതെ തന്നെ ഇപ്പോഴും നമുക്ക് ഈ പരിസരങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പല ഭാഗത്തും വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. കൂടാതെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ 75ഓളം ഫ്ലാറ്റുകളാണ് ഈ ഒരു കോളനിയിലുള്ളത്. നിരവധിയായിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ എന്നിട്ടും വേണ്ട നടപടികളൊന്നും തന്നെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.
വൃത്തിയാക്കാൻ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇവർ തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചിയുടെ നഗരഭാഗത്ത് തന്നെയാണ് ഈ ഒരു ജേർണലിസ്റ്റ് കോളനി ഉള്ളത്. ഇപ്പോഴും വേണ്ട നടപടികളോ അല്ലെങ്കിൽ പുരോഗമനോ ഒന്നും തന്നെ നടക്കാതെയുള്ള ഒരു കോളനിയാണ് ജേർണലിസ്റ്റ് കോളനി എന്ന് പറയാൻ സാധിക്കും. കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി വേണം. കോർപ്പറേഷൻ ഈ മാലിന്യങ്ങളടക്കം തന്നെ കൊണ്ട് കളയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.